രാജഗോപാൽ സർ, പുനർജനി കേസിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അതാണ് രാഷ്ട്രീയപരമായി മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു വിഷയം എന്ന് പറയുന്നത്. പക്ഷെ എന്റെ ഒരു സംശയം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ പുനർജനിയുമായി ബന്ധപ്പെട്ട ഏത് കേസിലാണ് അന്വേഷണം നടക്കുന്നത് എന്നുള്ളതാണ്. 11 മാസങ്ങൾക്ക് മുൻപ് വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ച സംഭവത്തിലാണോ? അതോ 3 മാസങ്ങൾക്ക് മുൻപ് ഉയർന്നു വന്ന ഒരു ആരോപണത്തിലാണോ? മുഖ്യമന്ത്രി തന്നെ ഭരിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര പദവി, അതിൽ നിന്ന് വിജിലൻസിന് ഒരു അന്വേഷണത്തിന് ഉത്തരവിടുന്നു, വിജിലൻസ് അന്വേഷിക്കുന്നു. പക്ഷേ ഏത് കേസിൽ എന്നതാണ് ചോദ്യം. തെരഞ്ഞെടുപ്പ് അടുക്കാറാവുന്ന മിക്ക സമയങ്ങളിലും കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നത് സരിത എസ് നായരുടെ പേരും അതിന്റെ ചുവട് പിടിച്ച് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഒക്കെ പേരുമായിരുന്നു. ഇന്ന് അദ്ദേഹം ജീവനോടെ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വിവാദം CPM മനഃപൂർവ്വം മറക്കുകയാണോ? പകരം ഈ സർക്കാർ പുതിയ തരത്തിലുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണോ പുനർജനി വീണ്ടും ഒരു ചർച്ചാ വിഷയമാക്കുന്നത്? നല്ല നല്ല ഉപമയാണ് കേട്ടോ അത് വന്നത്. കാരണം ഏത് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്തും തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിൽ വരുന്ന ചില വിവാദങ്ങളാണ് ഇതൊക്കെ. ഒന്നുകില് പിന്നെ പറയത്തില്ല, നമ്മളെ മരിച്ചു പോയ ആത്മാക്കളെ പുനർജീവിപ്പിച്ചുകൊണ്ട് വരിക. ഇപ്പൊ പുനർജനി കേൾക്കുമ്പോൾ എനിക്ക് അതാ തോന്നുന്നത്, മരിച്ച ഇതുവരെ മണ്ണിനടിയിൽ കിടന്ന ആത്മാക്കളെയൊക്കെ എടുത്തുകൊണ്ട് വരിക, പ്രേതങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് വരിക എന്നൊക്കെ പറയുന്നത് പോലെ അത്തരത്തിലൊരു വിവാദമാണ് ഈ കാര്യത്തിലെ ഗവൺമെന്റ് ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇതിന്റെ ഒരു നീക്കുപോക്കുകൾ കണ്ടിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പൊടിതട്ടിക്കിടന്ന ഫയലുകളൊക്കെ എടുത്തുകൊണ്ട് വരിക. അതുമല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് അതിനെ കൊണ്ടുപോവുക. അതിനെ ഈ പറഞ്ഞതുപോലെ മറ്റേ എസ് നായർ പണ്ട് വന്നതുപോലെ അത്തരത്തിലുള്ള സ്ത്രീ വിഷയങ്ങളിലേക്ക് ഇതിനെ സബ് വിഷയങ്ങളെ കൊണ്ടുപോവുക. അപ്പൊ ചുരുക്കത്തിൽ ഇതിൽ നിന്നുള്ളൊരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സർക്കാരിന്റെ 10 വർഷം ഭരിച്ച് പൂർത്തിയാകാൻ പോകുന്ന ഒരു സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെയോ കോട്ടങ്ങളെയോ രണ്ടിനെയും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭരണ നേട്ടങ്ങൾ പറയാനുള്ള അവസരങ്ങളും പോകും, പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കോട്ടങ്ങളും ചൂണ്ടിക്കാണിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുക. ചുരുക്കത്തിൽ എന്താകും, ഈ ആവശ്യമില്ലാത്ത വിഷയങ്ങളിലേക്കാകും ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് പോകും. ഇത് സ്പൈസി ആയിട്ടുള്ള സബ്ജക്ട് ആയതുകൊണ്ട് എല്ലാവരും ഇപ്പൊ സ്ത്രീ വിഷയമോ ഇങ്ങനെയൊക്കെയുള്ള തട്ടിപ്പും തരികടയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ആളുകളുടെ ശ്രദ്ധ അങ്ങ് പോകും. പ്രധാന വിഷയങ്ങൾ ഫോക്കസിൽ നിന്ന് മാറുകയും ചെയ്യും. അതിനുള്ള തന്ത്രം അതെല്ലാ രാഷ്ട്രീയ കക്ഷികളും ചെയ്യുന്നതാണ്. അതിന്റെ ഒരു ശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുനർജനി കേസ് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ആരോപണ വിധേയനായ കേസാണ്. ശ്രീ VD സതീശൻ ആരോപണ വിധേയനായ കേസാണത്. അദ്ദേഹത്തിന്റെ അസംബ്ലി മണ്ഡലമായ പറവൂരില് മഹാപ്രളയത്തിന് ശേഷം കുറച്ച് വീടുകൾ വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയായിരുന്നത്. ഈ പദ്ധതിക്കായിട്ട് അദ്ദേഹം വിദേശ ഫണ്ട് സ്വീകരിക്കാനായിട്ട് പോയി എന്നാണ്. അതാണ് അദ്ദേഹത്തിന്റെ വിദേശ യാത്രകൾ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു NGO, ആ NGOയുമായിട്ട് സഹകരിച്ചിട്ടാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ അദ്ദേഹം പ്രസംഗിക്കുന്നൊക്കെ ഉണ്ട്. അവിടുത്തെ ചില യോഗങ്ങളിലൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ട് നമ്മുടെ നാട്ടിലെ പറവൂർ മണ്ഡലത്തിലെ ആളുകളെ വളരെ വീടില്ലാതെ കഷ്ടപ്പെടുകയാണ്, ബുദ്ധിമുട്ടുകയാണ്, സാമ്പത്തിക സഹായം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വിദേശ മലയാളികളോട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നതായിട്ട് നമ്മൾ വീഡിയോയും മറ്റു കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന ഫണ്ട് ഇതെല്ലാം പറഞ്ഞിട്ട് പണം പിരിച്ച ശേഷം പണം ആവശ്യപ്പെട്ട ശേഷം പ്രതിപക്ഷ നേതാവ് തിരിച്ച് കേരളത്തിലേക്ക് പോരുന്നു. അദ്ദേഹത്തിന്റെ ഫണ്ടിലേക്ക് നേരിട്ട് പൈസകൾ വരികയോ സംഭാവന സ്വീകരിക്കുകയോ ചെയ്തിട്ട് പിന്നീട് രേഖകളില്ലായിരുന്നു. പക്ഷെ ഈ മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്നുള്ള NGOയാണ് ഫണ്ട് സ്വീകരിച്ചിരിക്കുന്നത്. അവരാണ് ഈ ഫണ്ട് കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ആ കേസ് നിൽക്കുന്നത്. ഇത് സംബന്ധിച്ച് 2 അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു. വിജിലൻസിന്റെ 2 ടീം ഇതിന്റെ അന്വേഷണങ്ങൾ നടന്നിരുന്നു. ആദ്യഘട്ടത്തിൽ യോഗേഷ് ഗുപ്തയുടെ ടീം ഒരു കേസ് അന്വേഷിച്ചിരുന്നു. അന്നും രാഷ്ട്രീയപരമായിട്ട് ഈ കേസ് വളരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ഇഷ്യൂ ആയിട്ട് വന്നതാണ്. പക്ഷെ അവര് അന്വേഷിച്ച് കൊടുത്ത റിപ്പോർട്ട്, അതായത് 11 മാസത്തിന് മുമ്പ് ഒരു റിപ്പോർട്ട് അവർ ഫയൽ ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, യോഗേഷ് ഗുപ്ത ടീം പറയുന്നുണ്ട്, വിജിലൻസ് അന്വേഷണം ഞങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു, ഞങ്ങളുടെ സംഘത്തിന്റെ അന്വേഷണം പൂർത്തിയാക്കിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിനെ പ്രത്യക്ഷമായിട്ട് സൂചിപ്പിക്കാതെ അതിനകത്തില് വിദേശ നാണ്യ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ, ഇതിനകത്തിൽ അതാണ് പ്രധാനമായിട്ട് നിൽക്കുന്നത്. അതായത് വിദേശ ഫണ്ട് പോയി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അറിയാതെ, അങ്ങനെയാണല്ലോ നമ്മൾ വിദേശത്തു നിന്ന് ഒരു പൈസ പോലും സ്വീകരിക്കാതെ എത്ര കൂടുതൽ എമൗണ്ട് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അറിയാതെ നമുക്ക് പോയി അവിടെ പണപ്പിരിവ് നടത്താനൊക്കത്തില്ല. അതുകൊണ്ടാണല്ലോ പ്രളയത്തിന് ശേഷം നമ്മുടെ സംസ്ഥാന സർക്കാരിന് പോലും കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിക്കുകയായിരുന്നു. അവര് വിദേശത്ത് പോയി പണം പിരിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ അതിന് അനുമതി കൊടുത്തിരുന്നില്ല. അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ പോയി മലയാളികളുടെ അടക്കം സംഭാവന സ്വീകരിക്കാൻ കഴിയാതെ പോയത്.
പക്ഷെ പ്രതിപക്ഷ നേതാവിന്റെ കേസിൽ ഇങ്ങനെയാണ് സംഭവിച്ചത്. അവരന്ന് അനുമതി കൊടുത്തിരുന്നില്ല. പക്ഷേ അദ്ദേഹം അത് സ്വീകരിച്ചു. ആ ഫണ്ട് വന്നു. ഫണ്ട് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അത് നേരിട്ടല്ല ആ പൈസ വാങ്ങിയിരിക്കുന്നത്. ഈ മണപ്പാട്ട് ഫൗണ്ടേഷൻ വഴിയാണ് അത് വാങ്ങിച്ചിരിക്കുന്നത്. അതാണ് അതിനകത്തില് ഈ വിദേശ വിനിമയ ചട്ടം, പണച്ചട്ടത്തിനകത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതായിരുന്നു അന്വേഷിച്ചത്. അപ്പൊ അത് അന്വേഷിക്കണം എന്നൊരു വരിയാണ് ഈ 11 മാസം മുമ്പ് കൊടുത്ത റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ ആ റിപ്പോർട്ട് ഗവൺമെന്റ് കയ്യിൽ ഇരിക്കുകയായിരുന്നു. കഴിഞ്ഞ 11 മാസമായിട്ടും വിജിലൻസ് കൊടുത്ത റിപ്പോർട്ട് ഗവൺമെന്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ മറ്റൊരു അന്വേഷണം നടന്നു. ഇതിനിടയിൽ മറ്റൊരു വിജിലൻസ് അന്വേഷണം കൂടെ നടന്നിട്ടുണ്ട്. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ, അതായത് 3 മാസം മുമ്പ് അല്ലെ, ഒക്ടോബർ, നവംബർ, ജനുവരി, കഷ്ടിച്ച് 3-4 മാസം മുമ്പ് ഗവൺമെന്റ് കിട്ടിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് പ്രതിപക്ഷ നേതാവിനെ ഇതിനെ പ്രത്യക്ഷമായിട്ട് ബന്ധിപ്പിക്കത്തക്ക ഒരു സൂചനകളും ഈ റിപ്പോർട്ട് ഞങ്ങൾ കണ്ടെത്തുന്നില്ല, ഞങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ കേസിലുമായിട്ട് കണക്ട് ചെയ്യത്തക്ക ഒരു തെളിവും ഞങ്ങളുടെ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ 4 മാസം മുമ്പ് കയ്യിൽ ഉള്ള റിപ്പോർട്ട് ഇരിക്കുകയാണ് ഈ 11 മാസം മുമ്പ് കിട്ടിയ ആദ്യ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ വേണം എന്നും പറഞ്ഞുള്ള ഈ പഴയ ഫയൽ പൊക്കിയെടുത്തിരിക്കുന്നത്. അതാണ് ഇപ്പം സംശയത്തിനിടയാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് എടുക്കാൻ നേരത്ത് ചെയ്യുന്ന ചില ഗിമ്മിക്കുകളാണോ, ചില നമ്പറുകളാണോ? പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരേണ്ടതാണ്. UDF-നൊക്കെ അധികാരം കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കേണ്ട പേരുകളിൽ അല്ലെ, ഒരു പ്രധാനപ്പെട്ട 1-2 പേരുകളിൽ ഒരാളാണ് അദ്ദേഹം, അല്ലെങ്കിൽ പ്രധാനമായിട്ട് പരിഗണിക്കേണ്ട പേരിൽ ഒരാൾ തന്നെയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിനെതിരെ മനഃപൂർവ്വമായ അത്തരം കാര്യങ്ങൾ വല്ലതും ചെയ്യുകയാണോ എന്ന് സംശയിക്കുന്നത് അതുകൊണ്ടാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നമ്മൾ കണ്ടതല്ലേ അത്തരം വിഷയങ്ങൾ. ഇപ്പൊ കോൺഗ്രസിന് ഏതാണ്ട് 80-85 സീറ്റുകളിൽ, 80-85 നിയമസഭാ മണ്ഡലങ്ങളിൽ പിന്നെ UDF-ന് ഭൂരിപക്ഷം വന്നിട്ട് ആ കണക്കുകളെല്ലാം പുറത്ത് വന്നിട്ടുണ്ട്. LDF കഷ്ടിച്ച് 60 സീറ്റുകളിലേക്കേ വരുന്നുള്ളൂ. കഷ്ടിച്ച് 60 സീറ്റുകളിലേക്ക് അവർക്ക് സ്ഥാനം വരുന്നുള്ളൂ, ഭൂരിപക്ഷം കിട്ടുന്നുള്ളൂ. അതേപോലെ തന്നെ അവർക്ക് ഭരണപരമായിട്ട് ഒരുപാട് പഞ്ചായത്തുകളും ബ്ലോക്കുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ കിട്ടുകയും ചെയ്തു. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തില് അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ, 3-4 മാസം കഴിഞ്ഞ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകേണ്ട ആള്, അല്ലെങ്കിൽ കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കേണ്ട നേതാവ്, അദ്ദേഹത്തിനെതിരെ മനഃപൂർവ്വമായ എന്തെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണോ, അദ്ദേഹത്തിനെതിരെ ഒരു ചാർജ് ഷീറ്റ് വരികയാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ചീത്തയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെങ്കിൽ അങ്ങനെയുള്ള അറസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ഒന്നും ഉണ്ടായില്ലെങ്കിലും ഇപ്പൊ CBI അന്വേഷണമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നടക്കണമെന്നില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും ഒരു പുകമറ ഉണ്ടാക്കി ഉള്ള ശ്രമമാണോ എന്നുള്ളതാണ് ഇപ്പൊ ആരോപണങ്ങളാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിന്റെ അന്വേഷണത്തിൽ കൃത്യതയൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇന്നിപ്പോ വന്നിരിക്കുന്ന ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത്, പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഈ മണപ്പാട്ട് ഫൗണ്ടേഷനെ കൂടി പ്രതി ചേർത്തിരിക്കുന്നുണ്ട്. അവരാണല്ലോ ഫണ്ട് സ്വീകരിച്ചത്. പക്ഷെ അവർ കൃത്യമായിട്ട് അതിന്റെ ഉടമസ്ഥൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതിനുള്ള നിയമങ്ങളുണ്ട്, ഞങ്ങൾ എല്ലാ വർഷവും ടാക്സ് ഫയൽ ചെയ്യുന്നതാണ്, എത്ര ഫണ്ട് സ്വീകരിച്ചു എന്നുള്ള കാര്യത്തിൽ. എന്തായാലും അത് വരട്ടെ, വിവാദങ്ങളൊക്കെ വരട്ടെ, പിന്നെ ഇതിനകത്ത് കാര്യങ്ങൾ തെളിയട്ടെ. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട അവരുടെ ക്യാമ്പ് ലക്ഷ്യ എന്ന് പറയുന്ന ക്യാമ്പ് ഇപ്പം സുൽത്താൻ ബത്തേരി വയനാട് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. AICC അധ്യക്ഷൻ KC വേണുഗോപാൽ വരെയുണ്ട്. അവർ ചില ലക്ഷ്യങ്ങളോടെ കൂടി തന്നെയാണ്. അതായത് ഇപ്പോൾ ഏതാണ്ട് 80 സീറ്റുകളുടെ ഭൂരിപക്ഷമുണ്ട്. പിന്നെ ലീഡ് ആയിട്ടാണ് കണക്കുകൾ വന്നിരിക്കുന്നത്. അതൊരു 100 ആക്കണം എന്നുള്ളതാണ്. മിനിമം 100 സീറ്റെങ്കിലും നേടിയിട്ട് UDF-ന് അധികാരത്തിൽ വരണം. അതാണ് അവരുടെ ലക്ഷ്യം. 140-ൽ 100 സീറ്റെങ്കിലും വാങ്ങിക്കണമെന്നുള്ളതാണ്. അപ്പൊ അത്തരത്തില് പിന്നെ അവരവരുടേതായ തന്ത്രങ്ങളും മറ്റും കാര്യങ്ങളും നിൽക്കുകയും ചില സ്ഥാനാർത്ഥികളെയൊക്കെ ജനുവരി 15-ന് മുമ്പ് തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത്. കോൺഗ്രസിന്റെ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എങ്കിലും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അവർ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ അത്തരം തന്നെയായിരുന്നു. വളരെ കൃത്യമായിട്ട് പഴയ സമ്പ്രദായങ്ങളൊക്കെ അവർ മാറ്റുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സതീശനെ, പ്രതിപക്ഷ നേതാവിനെ മനഃപൂർവ്വം ഇത്തരത്തിൽ കൊടുക്കുന്നതിനുള്ള ശ്രമമാണോ എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ആരോപണം. എന്തായാലും വിവാദങ്ങൾ കത്തിക്കുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ ഓരോരുത്തരെയും ഈ മരിച്ചു കിടന്ന, അല്ലെങ്കിൽ കല്ലറയ്ക്കകത്തുനിന്നോ അല്ലെങ്കിൽ പിന്നെ മണ്ണിനടിയിൽ നിന്നും ഓരോന്നിനെ ചകഞ്ഞെടുത്ത് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗമായിട്ട് ഇതിനെ കണ്ടാൽ മതി എന്നാണ് ഇന്നിപ്പോ മറ്റേ ഒരു മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പറയുന്നത്. എന്തായാലും 1-2 ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഈ പുനർജനി ഒരു ഇഷ്യൂ ആയിട്ട് നിൽക്കും. ഇനി CBI അന്വേഷണം ശുപാർശ ചെയ്യുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനും വലിയ താമസമില്ല. അങ്ങനെ ശുപാർശ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും അടുത്ത മന്ത്രിസഭാ യോഗമോ അതിന് ശേഷമോ ഒരാഴ്ചക്കുള്ളിലൊക്കെ നമുക്കൊരു കാര്യത്തിന് ഒരു വ്യക്തത വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
എന്തായാലും രാജഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ ഈ സംഭവത്തിൽ വലിയൊരു വ്യക്തമായ ഒരു ചിത്രം വരാനിരിക്കുന്നതേയുള്ളൂ. നിലവിൽ ഏത് കേസിൽ അന്വേഷണം നടക്കുന്നു എന്നതുൾപ്പെടെയുള്ളവ പൊതുജനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. തിരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോൾ ഉണ്ടാക്കുന്ന വെറുമൊരു വിവാദമാണോ ഇത് എന്നതും ചർച്ചകളിൽ നിറയുകയാണ്. പുനർജനി കൂടുതൽ മാധ്യമങ്ങളിലേക്ക് വരുന്നു, പൊതുജനങ്ങളിലേക്ക് കൂടുതൽ എത്തുന്നു, ശ്രദ്ധേയമാകുന്ന ഒരു വിഷയമായി മാറുന്നു. വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ.